തൃശൂർ നഗരത്തിൽ ചുവപ്പിന്റെ പരവതാനി വിരിച്ച് ബോൺനത്താലെ. ആട്ടവും പാട്ടവും നിറഞ്ഞ ചുവപ്പിന്റെ പൂങ്കാവനമായി നഗരവീഥി മാറിയപ്പോൾ ബോൺനത്താലയിൽ ഏവരും ലയിച്ചു. പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് ഇടവേളകളിൽ 10,000 പാപ്പാമാരാണ് ചുവടുവെച്ചത്. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ നഗരം ചുറ്റി തിരികെ സെന്റ് തോമസ് കോളേജിൽ തന്നെ സമാപിച്ച ബോൺനത്താലെ ഡാൻസിംഗ് റാലിയും ഘോഷയാത്രയും മതസൗഹാർദ്ദത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുവർഷ സന്തോഷത്തെ വരവേൽക്കാനുള്ള സാംസ്കാരിക നഗരിയുടെ ആഹ്ലാദ കാഴ്ചയായി. 2013 ആരംഭിച്ച ക്രിസ്മസ് സാംസ്കാരിക ഘോഷയാത്രയുടെ 11ാം പതിപ്പായിരുന്നു ഇത്. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്നാണ് ബോൺനത്താലെ സംഘടിപ്പിച്ചത്. വൈകിട്ട് 3:30 ആരംഭിച്ച പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ രാത്രി 9 മണിക്കും വൻ ജനക്കൂട്ടമാണ് സ്വരാജ് റൗണ്ടിലെത്തിയത്. ഘോഷയാത്ര വിളംബരം ചെയ്തുകൊണ്ടുള്ള ബൈക്ക് റാലിയാണ് ആദ്യം റൗണ്ടിൽ പ്രവേശിച്ചത്. ഒരേ താളത്തിൽ ചുവടുവെച്ച പാപ്പാന്മാരുടെ ഫ്ലാഷ് മോബ് നൃത്തങ്ങളും കേരളത്തിന്റെയും തൃശൂരിന്റെയും തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക നഗരിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി. 60 അടി നീളമുള്ള ചലിക്കുന്ന ഏദൻ തോട്ടമായിരുന്നു അതിൽ പ്രധാന ആകർഷണം. കൂടാതെ ക്രിസ്മസ് ട്രെയിൻ, ചൂരൽമല ദുരന്തം, ക്രിസ്മസ് പാപ്പായുടെ തൊപ്പി, ക്രിസ്മസ് വില്ലേജ്, ക്രിസ്മസ് വിമാനം, പ്രകാശപൂരിതമായ ചിത്രശലഭം, തൃശൂരിന്റെ സ്വന്തം പുലിക്കളി അനുസ്മരിച്ച് പുലിമട, ലേണിംഗ് സിറ്റി തൃശൂർ, കഥകളി തുടങ്ങി കേരള തന്മയുണർത്തുന്നതും സമകാലിക സംഭവവികാസങ്ങളുടെ നേർപ്പതിപ്പുകളുമായി 25 നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. ബൈക്കുകളിൽ പായുന്ന 100ഓളം പാപ്പാമാർ, സ്കേറ്റിംഗ് പാപ്പാമാർ, വീൽചെയർ പാപ്പാമാർ, പരമ്പരാഗത ക്രൈസ്തവ വേഷമായ ചട്ടയും മുണ്ടുമണിഞ്ഞ മങ്കമാർ, ഔസേപിതാവിന്റെയും മറിയത്തിന്റെയും വേഷമണിഞ്ഞവർ, മാലാഖമാർ തുടങ്ങിയവയും ബോൺനത്താലയെ സാംസ്കാരികോത്സവമാക്കി. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴുമുള്ള ഫ്ലാഷ് മോബിൽ 15,000-ലേറെ പാപ്പാമാർ ചുവടുവെച്ചു. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഡാൻസിംഗ് സാന്തായുടെ വേഷത്തിലുണ്ടായിരുന്നു. 110 ഇടവകകളിൽ നിന്നുള്ളവരാണ് ബോൺനത്താലയിൽ പങ്കെടുത്തത്. മേയർ MK വർഗീസ്, മന്ത്രി R ബിന്ദു, മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ബോൺനത്താലെ കൺവീനർ AA ആന്റണി, ഫാദർ അജിത് തച്ചോത്ത്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ജോസ് വള്ളൂർ, രാജൻ പല്ലൻ, മാർ ടോണി നീലങ്കാവിൽ, കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ്, യാക്കോബായ സഭ തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് എന്നിവരും ബോൺനത്താലയിൽ സംബന്ധിച്ചു.